ഞാനിപ്പോൾ ഉള്ളത് പേരാമ്പ്രയിലുള്ള റിലയൻസ് സ്മാർട്ട് ബസാറിലാണ്. ഇതിനകത്ത് ഒരുപാട് ഓഫറുകളും മറ്റുള്ള എല്ലാ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കമാൺ, നമുക്കൊന്ന് സ്മാർട്ട് ബസാറിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറുക. ഈ തുടക്കത്തിൽ തന്നെ വായിച്ചിട്ടില്ലേ, ഓണക്കിറ്റ് ഇവിടെ ലഭ്യമാണ്. അതാണ് ഓണമായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓണമായി കഴിഞ്ഞാൽ എല്ലാ ബസാറുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പിന്നെ ഒരുപാട് നല്ല ഓഫറുകളുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ഓക്കെ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സാധനങ്ങളൊക്കെ മേടിച്ചോ? പേര് പറഞ്ഞേ. പേര് എൻ്റെ പേര് ലിജു. ലിജു. ഇവിടെയാണോ സാധനം മേടിക്കാൻ വേണ്ടിയാണ്. മേടിച്ചോ? മേടിച്ചോണ്ട് ഫാമിലി ഒന്നുമില്ല, ഫ്രണ്ട്സ് മേടിച്ചോണ്ടിരിക്കുക. അപ്പോളേ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. പിന്നെ മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി ശ്രദ്ധിച്ചോ? അറിയില്ല. എന്തായാലും സന്തോഷം പരിചയപ്പെട്ടല്ലോ. ഓക്കെ, ഹാപ്പി ആണോ? അങ്ങനെ എന്തെങ്കിലും വിശേഷം? പേര് പറഞ്ഞു. ബാബു. ബാബു ചേട്ടൻ എന്തൊക്കെ സാധനം മേടിച്ചേ? ആരൊക്കെ കൂടെ വന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നത്? എൻ്റെ മകൻ, എൻ്റെ മരുമക്കള്, ഏട്ടൻ്റെ മകൻ. കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരാൾക്ക് ഒരു ടീമിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. മരുമകളൊക്കെ വന്നിട്ടുണ്ട്? ഇല്ല, അവരോടില്ല. മകൻ വന്നിട്ടുണ്ട്. മകൻ എവിടെ പോയി? ഇവിടെ ഉണ്ട് അല്ലേ? ആ, ബില്ലാക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? നിങ്ങളുടെ പേരെന്താ? ബാബു. ബാബു. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്ന ഒരു മിൽമാബൂത്ത് കിടക്കുന്നുണ്ട്. എവിടെ? നാട്ടിൽ തന്നെ? നാട്ടിൽ തന്നെ. സുഖമായിരിക്കുന്നല്ലോ? ഈ ഹൈപ്പർ മാർക്കറ്റിലേ ഒരുപാട് നല്ല പ്രത്യേകത ഉള്ളൊരു ഹൈപ്പർ മാർക്കറ്റ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും കിട്ടുക. കണ്ടല്ലേ, MRP റേറ്റിനെക്കാട്ടിൽ 5% 20% കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് യഥേഷ്ടം പർച്ചേസ് ചെയ്യാനുള്ളൊരു സൗകര്യം, നല്ല സ്പേസ്, പിന്നെ അതേപോലെ തന്നെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. കണ്ടല്ലേ, ഓരോ കിറ്റിൻ്റെ കൂടെ ഓരോ പ്രൈസുകൾ, മീൻസ് ഒരു ഓഫറുകളാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമയം എന്താ പറയുക, നല്ല തിരക്കുള്ളൊരു സമയമായിരിക്കും. ഓണമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്തൊക്കെ നല്ല ഓഫറുകൾ കൊടുക്കുകയും പിന്നെ അതേപോലെ തന്നെ കസ്റ്റമറെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്പെഷ്യലായിട്ട് എന്താ പറയുക, ഭംഗിയുള്ള ഒരുപാട് നല്ല ഓഫറുകൾ ചൂസ് ചെയ്യാറുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ബിന്ദു. ഇങ്ങോട്ട് വരി, നിങ്ങളെ കാണാൻ വേണ്ടി കേട്ടാ വേണ്ടേ? ബിന്ദു വെച്ച് ഓടിപ്പോയി പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പേരാമ്പ്രയുടെ ഏകദേശം ഒരു ഹൃദയഭാഗത്താണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. കാരണം ഒന്നാമത് നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഒരു പാർക്കിംഗ് ഏരിയ. ആ പാർക്കിംഗ് ഏരിയ ഫെസിലിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് മുമ്പിൽ സൗകര്യാർത്ഥം ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മളെ എല്ലാ തിരക്കുകളും ജോലികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് ഓടി നടന്ന് പർച്ചേസ് ചെയ്യണം, കുറച്ച് സമയം കഴിക്കാനും സാവകാശം നമ്മുടെ മനസ്സിലുള്ള ഇണങ്ങിയായിട്ടുള്ള ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും നമുക്ക് ഏറ്റവും വേണ്ടത് അങ്ങനെയുള്ളൊരു സ്ഥാപനങ്ങളാണ്. അത് ശരിക്കും റിലയൻസ് നന്നായിട്ടുണ്ട്. സ്മാർട്ട് ബസാറിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ ക്രോക്കറി ഐറ്റംസുകളാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അടുക്കളയിലുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ അവരാണ് കുടുംബം നോക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഗൃഹനാഥന്മാർ കുടുംബം നോക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, സ്ത്രീകളാണ് അവർക്ക് എന്താ പറയുക കൂടുതൽ അടുക്കള കൈകാര്യം, അതായത് അടുക്കള കോളേജാണ് ശരിക്കും പറയുന്നത്. അവർ കിച്ചൺ കോളേജ് എന്നൊക്കെ പറയാം. അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് അവർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്രയും നല്ല ഭംഗിയായിട്ട് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കുഞ്ഞാവിനെ കണ്ടിട്ടുണ്ട്, ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു കുഞ്ഞാവുണ്ട്. എന്തോ പേടിച്ച് എന്നെ കണ്ടിട്ടിങ്ങനെ മാറി അമ്മേൻ്റെ പിന്നാലെയായിട്ട്. വാ, ഞാൻ ചോദിക്കട്ടെ, കൊച്ചിൻ്റെ പേരെന്താ? പറ. ഓ, എൻ്റെ അമ്മേ, വലിയൊരു പേരാണല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? UKG. ഏത് സ്കൂളിലാ? എന്താ വാങ്ങി തന്നെ അമ്മ? എന്താ വാങ്ങി തന്നെ അമ്മ? പേസ്റ്റാണോ വാങ്ങി തന്നെ? വേറെന്താ കൊച്ചിൻ്റെ കയ്യിലെന്താ കളറാ? നോക്കട്ടെ മാമ, നോക്കട്ടെ. അമ്പോ, നല്ല രസമുണ്ടല്ലോ. ഒരു ഷേക്കിൻ്റെ തരുമോ എനിക്ക്? ഓക്കെ, താങ്ക് യു. ഓക്കെ, നുള്ളി പറക്കുകയാണോ എന്നെ? ശരി,
ഓക്കെ, അതായാലും കുഞ്ഞാവിനെ കണ്ടു. ഇനി നമുക്ക് ഇങ്ങനെ നടന്നു നോക്കാം. കുറച്ച് വലിയ ചട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും മുപ്പത്തിക്ക്. ഇനി മേലെയുണ്ട് കേട്ടോ. ഇത് താഴെയുള്ളൊരു ഭാഗമാണ്. പക്ഷേ ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇത്രയും സ്പേസ് കണ്ടാൽ പോരല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മേലേക്ക് പോവാം. മേലെയും കുറേ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, നോക്കാം. ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഞാൻ കണ്ടു കേട്ടോ. കയറി വരുമ്പോൾ തന്നെ അത് ഇങ്ങനെ എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇതും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കിച്ചൺ ഇതാണ്. എന്താ തിരഞ്ഞു നോക്കിയോ? കിട്ടിയോ? സാധനം കിട്ടിയോ? സെറ്റല്ലേ? ഓക്കെ. നല്ല, ഞാൻ പറഞ്ഞ പോലെ നല്ല സ്പേസ് ഉണ്ട് ഇതിനുള്ളിൽ. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് വളരെ ഒരു ചെറിയ കൊച്ചു സ്ഥാപനമാണെന്ന് തോന്നുന്നു. പക്ഷേ വിശാലമായിട്ട് നമുക്ക് സൗകര്യമുള്ളൊരു സ്ഥലം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പർച്ചേസ് ചെയ്തത്? എന്തെല്ലാം ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പേര് പറഞ്ഞ ജീവ. ചേട്ടൻ്റെ പേരാ? ദിനേശ്. താമസം പേരാൻ പറഞ്ഞു. ഇടവരാട്. അതെവിടെ, ഏത് ഭാഗത്തേക്ക് പേര്? ചേനായി എന്ന സ്ഥലം. ചേനായി. ഇവിടുന്ന് കുറേ ദൂരം പോകണ്ടോ? 7 കിലോമീറ്റർ. ജോലി ചെയ്യുന്നുണ്ടോ? കോർപ്പറേഷനിൽ. അപ്പോൾ ചേച്ചി ജോലിയുണ്ട്? കോർപ്പറേഷൻ. രണ്ടുപേരും കോർപ്പറേഷനില്ല. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടുള്ളൊരു സമയമല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ, സമ്മാനം തരാം. മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി എനിക്കറിയില്ല. അറിയും, പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റാതെ. ചോദിച്ചപ്പോ കിട്ടുന്നില്ല. മക്കളെ കൊണ്ടൊന്നുമില്ല? ഇല്ല, മക്കളില്ല. അതെല്ലേ, കൂട്ടിയിട്ടില്ല. കൂട്ടിയിട്ടില്ല. അവിടെ ഉണ്ട്, വീട്ടിലുണ്ട് അല്ലേ? ഇനിയിപ്പോൾ വന്നോളൂ. അല്ല, കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള എന്നെ പോലെ തന്നെ സീസോ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലേ? ഞാൻ ഇതൊക്കെ സൈസാവിന്റെ സീസോ കംപ്ലീറ്റ് സീസോ അങ്ങനെ കേട്ടോ നിങ്ങള്? അത് നമ്പർ ഇട്ടേക്കാണ്. എന്നാലും നരച്ചാണെന്ന് പറയില്ല. ഇതിന്റെയൊക്കെ സീസോയിൽ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഞങ്ങള്. ഏതായാലും പരിചയപ്പെട്ടില്ല, സന്തോഷം. കാണാം. ഓക്കെ, ഹാപ്പി ആണ്. താങ്ക് യു. ഇനി നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറേ പെട്ടികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനും ഓഫറുണ്ട് കേട്ടോ. രസമാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നടന്നു പോകുമ്പോഴല്ലേ ഒരു സുഖമില്ല. കുറേ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. നോക്കുക. ആഹാ, അപ് ടു 50%, അപ് ടു 100% എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നല്ല രസമുള്ള സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷം? പറഞ്ഞേ. സുഖമാണോ? സുഖമാണ്. പേര് പറഞ്ഞു. ഷിബു. എന്താ പ്രത്യേക ഓഫറുകൾ പറഞ്ഞു? ഇപ്പോൾ ഓണമായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കസ്റ്റമേഴ്സിന് ഒട്ടനവധി ഓഫേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് വഴി അറിയിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ഓഫറുണ്ട്. 10 kg ഷുഗർ എടുക്കുകയാണെങ്കിൽ 1 കിലോ ഷുഗർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അരി എടുക്കുമ്പോഴത്തേക്കും 1 കിലോ ഷുഗർ ഫ്രീ ആയിട്ട് കിട്ടും. അല്ല 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 അല്ല, തെറ്റിദ്ധരിക്കണ്ട. അത് വേറെ ഷുഗർ, ഇത് വേറെ. അതെ. അപ്പം പിന്നെ അരിയുടെ കാര്യം എന്താ പറഞ്ഞത്? അതെ, 10 കിലോ അരി എടുക്കുമ്പോൾ ഏതെടുത്താലും നമുക്ക് 1 കിലോ ഷുഗർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പായസം മിക്സ് എടുക്കുമ്പോൾ 2-1 വരുന്നതുണ്ട്. പിന്നെ മിൽമയുടെ പായസം മിക്സ് എടുക്കുമ്പോൾ 500 ml പാല് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പിക്കിളി വരുന്നുണ്ട്, പപ്പടം, അങ്ങനെ ഒട്ടനവധി ഓഫേഴ്സ് ഉണ്ട്. ഈ 16-ാം തീയതി വരെയാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ കസ്റ്റമേഴ്സിനോടും പ്രേക്ഷകരോടും നമ്മളെ പ്രജകളോടും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക ഓഫറുകളുണ്ട്, വരണം എന്ന് പറഞ്ഞിട്ട്. കിച്ചൺ, ആ സെക്ഷനില്ലേ കിച്ചൺ, അതാണല്ലോ സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള സെക്ഷൻ. ഇത് പഞ്ചസാരയും ഷുഗറും അരിയൊക്കെ അവരിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ ആ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഓഫേഴ്സ്? നമുക്ക് നോൾട്ടയുടെ നോൺ സ്റ്റിക്ക് കുക്ക് വേസ് വരുന്നുണ്ട്, അതിന് സ്പെഷ്യൽ ഓഫറുണ്ട്. പിന്നെ കുക്കറുണ്ട്. പിന്നെ സ്റ്റീം മെയ്ഡ് കുറേ ഐറ്റംസിന്, എല്ലാ ഐറ്റംസിനും കിച്ചൺ വേസിന് എല്ലാം ഓഫേഴ്സാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം മുതൽ തന്നെ ഓഫറുകൾ ഇങ്ങനെ പറഞ്ഞു വന്നു. പക്ഷേ അതിന് സ്പെഷ്യലായിട്ട് ഒരു തയ്യാറായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴാണല്ലോ കൂടുതൽ സാധ്യത. അപ്പം മാവേലി വന്ന് എന്തോ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. സന്തോഷം, കണ്ടേലും ഹാപ്പിയാണ്. റിലയൻസ് സ്മാർട്ടിൽ വന്നിട്ട് നമ്മളൊരു പ്രേക്ഷകർക്ക്, കസ്റ്റമർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലേ മോശമല്ലേ? അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. പേര് പറഞ്ഞു. കാണുന്നില്ല, നമ്മൾ പ്രേക്ഷകരാണ്. ചേട്ടൻ്റെ പേരെന്താ? വിഷ്ണു. പിന്നെ ജോലി ചെയ്യുന്നുണ്ടോ? അതെ. എന്താ ചെയ്യുന്നത്? ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റിൽ? നമ്മളൊക്കെ ഒരു ടീമാണ്. മോള് വർക്ക് ചെയ്യുന്നുണ്ടോ? പഠിക്കണം. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി? മിഷൻ സൂചി. മിഷൻ സൂചിയാണോ? ഒന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ മിഷൻ സൂചി സൈഡിലില്ല. സൂചി സൈഡിൽ കൂടിയല്ല നമ്മൾ കോർക്കുക. അപ്പോൾ മുന്നിൽ തുളയുള്ള സൂചിയുണ്ട്. പഠിക്കുന്ന എന്താ പറഞ്ഞാൽ? PGക്കാണ് പഠിക്കുന്നത് അല്ലേ? ഒന്നും കൂടി ആലോചിച്ച് നോക്കിയാൽ ഒരു പിന്നെ മുന്നിലാണ് അതിൻ്റെ തുളയുണ്ടാവുക. സൈഡിൽ കൂടെയുള്ള തുളയല്ല അത്. എനിക്ക് തോന്നുന്നത് മിഷൻ സൂചി പറഞ്ഞത് സൈഡിൽ കൂടെയുള്ള തുള. ഓർക്കുന്നുണ്ടോ? ഇല്ല.
ഓർക്കുന്നില്ല? ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ഒന്നും കൂടി. ഓക്കെ, താങ്ക് യു. പരിചയപ്പെട്ടില്ല, സന്തോഷം. ഓക്കെ, ഹാപ്പിയാണോ? ഇനി ആരായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്? പേര് പറയോ? അപർണ. അപർണ. എന്ത് ചെയ്യുന്നു അപർണ? ഞാൻ പഠിക്കുന്ന. പഠിക്കുക? ആ. പഠിക്കുന്നു? കുട്ടിയടി. എന്താ പഠിക്കുന്നത്? ഞാൻ PSC കോച്ചിങ്. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? കാര്യമായിട്ട് എന്തൊക്കെയുണ്ടല്ലോ? ഡ്രസ് ഉണ്ട്. ഉണ്ട് അല്ലേ? ശരി. അപ്പോൾ ഒരു ചെറിയ കുസൃതി ചോദ്യം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. ചോദ്യം ഇതാണ്, മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി അറിയില്ല? ഒന്നും കൂടി ആലോചിച്ച് നോക്കി. മുന്നിൽ തുള, ആ സൂചിയുടെ മുന്നിലാണ് തുള. അറിയില്ല. ഓക്കെ, അപ്പോൾ ഇനി ഒരാളും കൂടി നമുക്ക് തയ്യാറായി നിൽക്കുകയാണ്. നമസ്കാരം, പേരെന്താ? രാജേഷ്. രാജേഷ്. എന്താണ് വിശേഷം? നല്ല വിശേഷം. ഓണത്തിനൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്മാർട്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുറേ നല്ല ഓഫറുകൾ ഉണ്ട്. ഇഷ്ടം പോലെ നല്ല ഓഫറുകളാണ്, നല്ല നല്ല ഓഫറുകൾ, സെലക്ഷൻസ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എല്ലാം നല്ല ഒരു ഇതാണ് ഇവിടെ. ഒരു എന്താ വെച്ചാൽ ഒരു സാധാരണക്കാരന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഇതാണ് ഇവിടെ. പിന്നെ അപ്പോൾ ഞാൻ ഒരു ചോദ്യം, ഒരു കുസൃതി ചോദ്യം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം. അപ്പോൾ മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുള, ആ സൂചിയുടെ മുന്നിൽ ഒരു തുളയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. മുന്നിൽ ഈ തലയിനകത്ത് കുറച്ച് ബുദ്ധിയാണെന്നുള്ള അറിയാം. അപ്പം ആ സൂചിക്ക് ഒരു പ്രത്യേകതയാണ്, അതിന്റെ മുന്നിലാണ് തുള. സിറിഞ്ചാണോ? ഉറപ്പാണോ? അതിന്റെ മുന്നിലാണ് അല്ലേ? അടിപൊളി സമ്മാനം. അതാണല്ലോ ഇഞ്ചക്ഷൻ മുന്നിൽ കൂടെ മരുന്നൊക്കെ കയറ്റുമ്പോൾ മുന്നൊക്കെ അത്രയും മനോഹരമായിട്ടുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് രാജേഷേട്ടന്. റിലയൻസ് സ്മാർട്ടിന്റെ വകയിൽ നല്ലൊരു സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളി. അങ്ങനെ നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. പേര് പറയും. എൻ്റെ പേര് രാഗിൻ. ജോലി ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ് എന്താന്ന് പറയും? സർജിക്കൽസിൻ്റെ ഹോസ്പിറ്റലുകളിൽ. പേര് പറയും. ഗോപിക. എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാം, ടീച്ചറായിട്ട്. നീർജ ഏവിയേഷൻ, കോഴിക്കോട്. താമസിക്കുന്ന എവിടെയാ? ഞാനിവിടെ തന്നെ ചേനോളി വരാമ്പ. അപ്പോൾ ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പം വന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് പാടും ടീച്ചറാണ്, നല്ല പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞു. ഒരു പാട്ട് പാടിക്കാം. ഒരു പാട്ട് പാടിയാൽ ഞാൻ ഒരു സമ്മാനം തരും. ഓക്കെ, ഒരു നല്ല പാട്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു പാട്ട്. തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു സമ്മാനം തരാം. പിന്നെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസ് നൽകുന്ന നല്ലൊരു സമ്മാനം. താങ്ക് യു സോ മച്ച്. ഹൃദയം നിറഞ്ഞ ഓണാശംസകളുണ്ട്. ഓക്കെ ടീച്ചറെ, എല്ലാവരോടും കുട്ടികളോടൊക്കെ അന്വേഷണം പറയാം. ഓക്കെ. ഇവിടെ മാത്രമല്ല, പുറത്തുനിന്ന് അറിഞ്ഞു വരുന്ന കസ്റ്റമേഴ്സും ഇവരെ വെൽക്കം ചെയ്യും. കാരണം എന്താ വെച്ചാൽ അത്ര ഗംഭീരമായിട്ടുള്ള ഓഫറുകളാണ്. നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ സാരഥിയായിട്ടുള്ള രാജേഷേട്ടൻ ഇപ്പോൾ പറഞ്ഞു, എന്താ പറയുക, വലിയൊരു കിറ്റ് എടുത്തിട്ട് പറഞ്ഞു ഇതിന് 99 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, അങ്ങനെയാണോ? സത്യമാണ്. അതെ, ആ ഒരു കിറ്റിന് 99 രൂപേൻ്റെ ഒരു എന്താ പറയുക, അത് എന്താ ഷിബു, മറ്റേ പാത്രം അല്ലേ? അതിനകത്ത് ശരിക്കും പറയാം, ഞാൻ വേണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. അത് ആ ഒരു സാധനം കണ്ടോ? ഇതാ വെറും 99 രൂപയുള്ളൂ ഈ സാധനത്തിന്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഇതൊക്കെ നമ്മളെ മാർക്കറ്റിൽ 200-300 രൂപയ്ക്ക് കിട്ടുന്ന സാധനം, നല്ല ക്വാളിറ്റിയോടുള്ള പ്ലാസ്റ്റിക്സ് ആണ്. അത് സന്തോഷം. എന്തായാലും ഇവർ ഒരുക്കിയിരിക്കുന്നത് രസമാണ്. അപ്പം ഷിബുവാണ് ഇവരെ എല്ലാവരെയും നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നേരത്തെ നമ്മൾ ഷിബുവിനെ പരിചയപ്പെട്ടു. ഷിബു, എത്ര പേരുണ്ട് ഇപ്പം ഇവിടെ സ്റ്റാഫ്? നമുക്കിപ്പം 40 സ്റ്റാഫുണ്ട് ഇവിടെ. അതെ അല്ലേ? എല്ലാവരും സ്ട്രോങ് ആണ്. അതെ നിൽക്കുന്നുണ്ട്. അതെ അതെ. പേര് പറയും. മിഥുൻ, സുരേഷ്, അജയ്, എവിടെ? ദീപു. പിന്നെ എത്ര സമയം വരെ രാത്രി നിൽക്കും? രാത്രി ഒരു 10-10:30 വരെ നമ്മളിവിടെ. ഡേ ടൈമിൽ രാവിലെ എത്ര മണിക്ക് വരും? 7 മണിക്ക് ഓപ്പണിംഗ് ആണ്. 7 മണിക്ക് ഓപ്പണിംഗ് ആണ്. അതെ അല്ലേ? 7 മണിക്ക് നമുക്ക് കസ്റ്റമർ എൻട്രി ആണ്. പിന്നെ 11 മണി വരെ നമ്മളുണ്ട്. ഈ ഒരു സ്പെഷ്യൽ ഓണത്തിന്റെ സമയത്ത് എന്തായാലും 12 മണി വരെയൊക്കെ നമുക്ക് മാക്സിമം നിൽക്കാറുണ്ട്. നിൽക്കാതെ ടയേർഡാവാതെ ഷിബുവിനോടൊപ്പം ചില്ലായിട്ട് നിൽക്കും. പിന്നല്ലേ? അല്ലേ? പുള്ളിക്കാരൻ നല്ല ആക്റ്റീവ് അല്ലേ? പുള്ളി നല്ല ആക്റ്റീവാണ്. അതെ.
സാലറി വല്ലതും കൂട്ടി തരും സാലറി ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതല്ല, മനോഹരമായിട്ട് പുള്ളിക്കാരൻ അത് ട്വിസ്റ്റ് ചെയ്ത് സാലറി ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, അതൊക്കെ മാനേജ്മെൻ്റ് അല്ലേ തീരുമാനിക്കുന്നത്. എനിവേ വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പിന്നെ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാം. ഷിബു പ്രത്യേകം പറയണ്ടല്ലോ. ഓക്കെ, ഹാപ്പി ഓണം, സ്നേഹം എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്മാർട്ട് ബസാർ, അതായത് റിലയൻസ് സ്മാർട്ട് ബസാറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓഫറുകളുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയത്തിനിണങ്ങിയ ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പേരാമ്പ്രയിലുള്ള റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.